കൊടൈക്കനാലിൽ ഞാനങ്ങനെ കാര്യമായിട്ട് വ്ളോഗോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മെയിൻ റീസൺ തണുപ്പാണ്. ഞാൻ ഇതോടുകൂടി മനസ്സിലാക്കി എനിക്ക് തണുപ്പ് അത്ര പറ്റില്ല എന്ന് ഇതോടുകൂടി ഞാൻ മനസ്സിലാക്കി. കാശ്മീർ പോയപ്പോൾ മനസ്സിലായതാണ്. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, എനിക്ക് തണുപ്പല്ല ചൂടുള്ള സ്ഥലങ്ങളാണ് എനിക്കിഷ്ടം. കാരണം രാജസ്ഥാനിൽ പോയപ്പോൾ വരെ ഞാൻ നല്ല പയറ് പോലെ നിന്ന് ആക്റ്റീവായ ഒരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ ബോഡിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് പിന്നെയും താങ്ങാൻ പറ്റും, തണുപ്പ് പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ വ്ളോഗൊന്നും എടുക്കാനൊരു ചടപ്പായിരുന്നു. പോയത് ലെഗ് വ്യൂവിലാണ് ഫസ്റ്റ്. അവിടുന്ന് കുറച്ച് സൈക്കിൾ ഓടിച്ചു, മറ്റേ ബോട്ടിൽ പോയി, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വില്ലേജിനാണ് പോയത്. വില്ലേജ് കുറേ കവർ ചെയ്തു. വില്ലേജ് പോകുന്ന വഴിക്ക് തന്നെ വന്നവന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഷീപ്പൊക്കെ ഉള്ള, ഷീപ്പ് റാബിറ്റൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ കാശ്മീരിൻ്റെ വേറൊരു സ്ഥലം, പെഹൽഗാമൊക്കെ പോലുള്ളൊരു സ്ഥലം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, തണുപ്പുണ്ടെങ്കിലും. അത് കഴിഞ്ഞ് നേരെ വില്ലേജിലേക്ക് പോയി. വില്ലേജ് ഒരുപാട് ദൂരമുണ്ട് കൊടൈക്കനാലിൽ നിന്നും, പക്ഷെ അടിപൊളിയാണ് കാണാൻ. വ്യൂ എന്ന് വെച്ചാൽ അസാധ്യ വ്യൂ ആണ്. ഈ തണുപ്പ്, ഈ ക്ലൈമറ്റ് മാത്രമാണ് ഒരു പ്രശ്നം. കണ്ണിൽ കാണാൻ അടിപൊളിയാണ്. ഈ കാശ്മീർ ആയിക്കോട്ടെ കൊടൈക്കനാൽ ആയിക്കോട്ടെ, കണ്ണിൽ കാണാൻ അടിപൊളിയാണ്. പക്ഷേങ്കിൽ തണുപ്പ് അത് ബോഡിക്ക് സഹിക്കാനുള്ള ഒരിതില്ല. അങ്ങനെ കുറേ വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ഗുണ കേവിൽ പോയി. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് കണ്ടതാണല്ലോ, ഗുണ കേവ് കാണാതെ എങ്ങനെ വരും. അങ്ങനെ അതും കണ്ടു തിരിച്ചു വന്നു. പിന്നെ പറയാനുള്ളത്, ഇവിടെ ഫുള്ള് പൈസ ഭയങ്കര അറക്കലാണ്. അപ്പോൾ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുക.